അൽഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇമ്രാൻഖാന് 14 വർഷവും ബുഷ്ര ബീവിക്ക് 7 വർഷവുമാണ് ശിക്ഷ. 3 തവണ മാറ്റിവെച്ച കേസിൽ അഴിമതി വിരുദ്ധ കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. അഡിയാല ജയിലിൽ സ്ഥാപിച്ച താൽക്കാലിക കോടതിയിലാണ് ജഡ്ജി വിധി പ്രസ്താവിച്ചത്. അഡിയാല ജയിലിൽ സ്ഥാപിച്ച താൽക്കാലിക കോടതി എന്ന് പറയുമ്പോൾ ഇമ്രാൻഖാൻ മറ്റ് പല കേസുകളിലായിട്ട് ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് ഇപ്പോഴത്തെ ഈ ശിക്ഷാവിധി കൂടി വന്നിരിക്കുന്നത്. 2023 ഡിസംബറിൽ നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോയാണ് ഇരുവർക്കുമെതിരെ കേസ് ഫയൽ ചെയ്തത്. അൽഖാദിർ സർവകലാശാല സ്ഥാപിച്ചതിൽ പൊതുഖജനാവിന് 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നതാണ് കേസ്. ഇമ്രാൻഖാനും ബുഷ്രയും മറ്റ് 6 പേരുമാണ് കേസിലെ പ്രതികൾ. ഇരുവരും ഒഴികെയുള്ളവർ വിദേശത്തായതിനാൽ വിചാരണ നടത്തിയിട്ടില്ല. അതേസമയം ഇത് കെട്ടിച്ചമച്ച കേസാണ് എന്നാണ് ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പ്രവർത്തകരും സമുന്നതരായ നേതാക്കളും ആരോപിക്കുന്നത്. തുടർച്ചയായി തങ്ങളുടെ നേതാവിനെ പുറംലോകം കാണിക്കാതിരിക്കാൻ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളാണ് ഇതിന് പിറകിൽ എന്ന് അവർ പ്രതികരിക്കുകയുണ്ടായി.